ഈശ്വരൻ സ്തുതി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അനുഗ്രഹം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് പാല. ഇപ്രാവശ്യം ഞാൻ ലോകത്തിന് വളരെയധികം സംഭാവനകൾ അനുഗ്രഹം നൽകിയ മലയാളി ഗോത്രത്തെപ്പറ്റി പറയാം. മലയാളി എന്ന് പറഞ്ഞാൽ മലയാളി ഗോത്രത്തെപ്പറ്റി അറിയാം. ഇനി മലയാളികൾക്ക് 3 പദവികൾ മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ. 1 മാർപ്പാപ്പ, 2 UN സെക്രട്ടറി, 3 ഇന്ത്യൻ പ്രധാനമന്ത്രി. അത് എത്രയും വേഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടേത് ഏകദേശിലെ സംസ്കാരമല്ല, മിക്സിംഗ് ധാരാളം നടന്നിട്ടുണ്ട്. ധാരാളം കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. തെക്കേന്ത്യയിലെ ആദിവാസി ഗോത്രങ്ങളും ആസ്ട്രേലിയയിലെ ആദിവാസികളുമായി സമാനതകൾ ധാരാളമുണ്ട്. ഇടുക്കണക്കെട്ടും വയനാട് താമരശ്ശേരി ചുരവും ആശയങ്ങൾ കൊലുമ്പൻ്റെയും കരിന്തണ്ടൻ്റെയുമാണ്. രണ്ടുപേരും ആദിവാസികളാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴർ ഖീര എന്ന് പറയും. അളം എന്ന് പറഞ്ഞ സ്ഥലം. ചേരൻ ഭരിച്ച സ്ഥലം ആയതുകൊണ്ട് കേരളം ആയി കാണണം. ചേര രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. വേറൊരു ചില ആൾക്കാർ പറയുന്നുണ്ട് തെങ്ങ് കേരളത്തിൽ മുഴുവനുണ്ട്, കേരം എന്ന് പറയും. കേരം ഉള്ള ആളം കേരളമായി മാറിക്കാണണം. വടക്കേ ഇന്ത്യക്കാർക്കും സായിപ്പിനുമൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് കേരളം എന്ന് പറഞ്ഞാൽ കേരൾ ആണ്. BC സമയം അശോക ചക്രവർത്തി കേരൾ പുത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പുത്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കുരുമുളകോ കറുത്തപ്പന്നോ BC സമയം ലോകം മുഴുവൻ എത്തിയിരുന്നു. ഈജിപ്ത് മമ്മി സംസ്കാരത്തിൽ പോലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. കളരിപ്പയറ്റ് ഏകദേശം BC 1000. സകല ആയുധന കലകളുടെ മാതാവ് ബോധിധർമ്മൻ എന്ന തമിഴ് ബുദ്ധസന്യാസി വഴി ചൈനയിലെത്തി. അവിടുന്ന് രൂപം മാറി കുങ്ഫുവായി കരാട്ടയായി ലോകം മുഴുവൻ വ്യാപിച്ചു. ബോധിധർമ്മൻ്റെ പ്രതിഭ ചൈനയിലുണ്ട്. ചീനവല, ചീനച്ചട്ടി പുരാതന ചൈന ബന്ധത്തെ കുറിക്കുന്നു. നമ്മുടെ തടിയും മറ്റു വസ്തുക്കളും ലോകം മുഴുവൻ പണ്ട് മുതൽ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പുരാതന വീടുകൾ, വള്ളങ്ങൾ, ഇതൊക്കെ നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. വേറെ സ്ഥലത്ത് വേറെ രീതിയിലുള്ള പ്രത്യേകതകൾ കാണും. മലയാളികൾ 1 നമ്പർ ആനപ്പാപ്പാന്മാരാണ്. ബൈബിൾ പുസ്തകം 2 മക്കബയർ 6 അധ്യായത്തിൽ BC 100 നടന്ന യഹൂദ ഗ്രീക്ക് യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ആനപ്പാപ്പാന്മാർ പങ്കെടുത്തുവെന്നും അവർ ആനകൾക്ക് പരിശീലനം കൊടുത്തുവെന്നും പറയുന്നു. അതുപോലെ രാജാക്കന്മാർ പുസ്തകത്തിൽ പറയുന്നുണ്ട് മയിലിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. BC 1000 സോളമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടൽ മാർഗം മയിൽ ആനക്കുമ്പോൾ സ്വർണ്ണം, വെള്ളി, കുരങ്ങുകൾ എന്നിവ വന്നിരുന്നു എന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യയാണ്. പിന്നെ അടുത്ത കാര്യം, കേരള മുഖ്യമന്ത്രി ഒരു വ്യവസായി അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചയാൾ, പറ്റുമെങ്കിൽ ഒരു വനിതയെ പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയക്കാർ തയ്യാറാകണം. തിരുവിതാംകൂറിലെ ചാൻസിറാണി എന്നറിയപ്പെടുന്ന അക്കാമച്ചെറിയാൻ ഉണ്ട് നമുക്ക്. അതുപോലെ വനിതകൾ എല്ലാ ജോലിയിലും ചെയ്യുന്നുണ്ടോ. ലോകം മുഴുവൻ മലയാളി നഴ്സുമാരുണ്ടോ. മിസൈൽ വനിത ഡോക്ടർ ടെസി തോമസ് ആണ്. അതുപോലെ എറണാകുളത്തുള്ള OEM ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി വിജയകരം നടത്തുന്ന അന്ന പമ്മില മാത്യു ഉണ്ട്. ആദ്യ വനിത IAS ഓഫീസർ അന്ന മൽഹോത്രയാണ്. ആദ്യ വനിത ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടിയാണ്. മധ്യപ്രദേശിൽ ആദിവാസികളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തേണ്ട വേണ്ടി രക്തസാക്ഷിയാണ്ടി വന്ന സിസ്റ്റർ റാണി മരിയ ഉണ്ട്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും ബസ് തടഞ്ഞു നിർത്തി സമരീന്ദർ സിംഗ് എന്ന വാടക കൊലയാളി ലാൻഡ് ലോണ്ടിനു വേണ്ടി അവരെ കുത്തിക്കൊന്നു. വിദ്യാഭ്യാസം കിട്ടിയാൽ പിന്നെ ദീർഘനാൾ ആരെയും അടിമകളാക്കി വെക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നീട് അയാൾക്ക് മാനസാന്തരം വന്നു. അയാൾ കേരളത്തിലെത്തി സിസ്റ്ററിൻ്റെ മാതാപിതാക്കളെ കണ്ടു. അവർ അയാളോട് ക്ഷമിച്ചു. സിസ്റ്ററിൻ്റെ ജീവിതാവസ്ഥ നോക്കി ഒരു സിനിമ വന്നിട്ടുണ്ട്, ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. അതുപോലെ മേഴ്സി എന്ന ദയാഫായി മധ്യപ്രദേശിൽ ആദിവാസികളുടെ ഇടയിൽ ആദിവാസികളെ ഉയർത്താൻ വേണ്ടി വളരെ ശ്രമിച്ചയാളാണ്. വികാർ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളിയുടെ ഭാര്യ ഷീലയും ബിസിനസ് നടത്തുന്നയാളാണ്. ജസ്റ്റിസ് ഫാത്തിമ ബിബി ആദ്യ വനിത സുപ്രീം കോടതി ജഡ്ജിയാണ്. ഡോക്ടർ ടെസി തോമസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അവർ മിസൈൽ വരുന്നതെന്ന് അറിയപ്പെടുന്നു. മലയാളം ലോകത്തിലെ തന്നെ മികച്ച ഭാഷകളിലൊന്നാണ്. പക്ഷേ തമിഴിൻ്റെ സംസ്കൃതത്തിൻ്റെ ആധിപത്യം കാരണം തകർന്നുപോയി കാണണം. പിന്നെ ഹെഡ്മൻ ഗുണ്ടറിട്ട് വേണ്ടി വന്നു അതിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കിട്ടാൻ വേണ്ടി. അദ്ദേഹം ധാരാളം സാധാരണ ജനങ്ങളുമായി സംസാരിച്ചാണ് മലയാളം ഡിക്ഷണറി തയ്യാറാക്കിയത്. മലയാളിക്ക് എല്ലാ ഭാഷയും വഴങ്ങും. കേരളം വടക്കേന്ത്യൻ ഭാഷകളിൽ സംസ്കൃതത്തിലും സായിപ്പിലും വിദേശികളും പറയുന്നത് കേരൾ ആണ്. അവർക്ക് കേരളം പറയാൻ പറ്റുന്നില്ല. മനുഷ്യൻ അവർക്ക് മനുഷ്യ ആണ്. തമിഴർക്ക് ഗാന്ധി, എന്നാൽ അവർക്ക് ഖാന്തിയാണ് അവർ പറയുന്നത്. തമിഴ് ഭാഷയിൽ നിന്ന് മലയാളം എന്നോ അല്ലെങ്കിൽ തമിഴ് സംസ്കൃതം മിക്സാണ് മലയാളം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. അടുത്ത് കിടക്കുന്നതുകൊണ്ട് തമിഴ് പദങ്ങൾ ധാരാളം വന്ന് കാണണം. മാത്രമല്ല സാധാരണ തമിഴർ കണ്ടും തോന്നുമ്പോൾ വണക്കം എന്നാണ് പറയുന്നത്. മലയാളികൾ നമസ്കാരം എന്നാണ് പറയുന്നത്. ആന്ധ്രക്കാരും നമസ്കാരം പറയും. ചരിത്രം വേണ്ട രീതിയിൽ എഴുതപ്പെട്ടിട്ടില്ല. അതിന് ഭാഷകളെപ്പറ്റി വീണ്ടും പുനർവിചാരം നടത്തേണ്ടി വരും. ബിസ്ക്കറ്റ് രാജ എന്നറിയപ്പെട്ടിരുന്ന വൻ ബിസിനസ്സുകാരൻ രാജൻ പിള്ളയുടെ മരണം, അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് എയർലൈൻ 1992-96 ഇന്ത്യസ് ഫസ്റ്റ് എയർലൈൻ ഉടമ
തക്യുൻ വാഹിദ് അദ്ദേഹത്തിൻ്റെ ഭരണം നമ്മെ വേദനിപ്പിക്കുന്നതാണ്. രണ്ടും ദുരൂഹ സാഹചര്യത്തിൽ നടന്നു. വേണ്ട രീതിയിൽ അന്വേഷണം നടന്നില്ല. രാജൻ പിള്ള തിഹാർ ജയിലിൽ ഒരു മാനുഷിക പരിഗണന പോലും കിട്ടാതെ മരിച്ചു. അതുപോലെ ശാസ്ത്രജ്ഞൻ EC സുദർശൻ മലയാളിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ, സിംഗപ്പൂർ പ്രസിഡന്റ് ദേവൻ നായർ, അദ്ദേഹം 1981 തൊട്ട് 85 വരെ സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റായിരുന്നു. കാർഷിക വിപ്ലവം നടത്തിയ MS സ്വാമിനാഥൻ, ഗുജറാത്തിൽ അമൽ ഡേവൽ വഴി ധവള വിപ്ലവം നടത്തിയ ഡോക്ടർ വർഗീസ് കുര്യൻ, അതുപോലെ നെഹ്റു മിനിസ്റ്ററിൽ VK കൃഷ്ണമേനോൻ കേന്ദ്രമന്ത്രിയായിരുന്നു. VP മേനോൻ സർദാർ പട്ടേലിൻ്റെ സെക്രട്ടറിയായിരുന്നു. ആദ്യത്തെ 10 മലയാളി പ്രമുഖ ബിസിനസ്സുകാർ രവിപിള്ള, സണ്ണി വർക്കി, PNC മേനോൻ, SD ഷിബുലാൽ, ആസാദ് മൂപ്പൻ, ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റോ, ജോയ് അൽക്കാസ്, MA യൂസഫ് അലി, ഷംസീർ വയലിൽ, ക്രിസ് ഗോപാലകൃഷ്ണൻ, കല്യാൺ ജുവലറി ഫാമിലി ഓൾസോ, ഷംസീർ വയലിൽ, TS കല്യാണരാമൻ, ധാരാളം പ്രശസ്തരായ IAS IPS ഉദ്യോഗസ്ഥരുമുണ്ട്. അതുപോലെ VV അഗസ്റ്റിൻ, പേർഷ്യ, പണ്ടത്തെ ഇന്നത്തെ ഇറാൻ, അദ്ദേഹം അവിടെ പേർഷ്യയിൽ ബിസിനസ്സിൽ വൻ വിജയം നേടിയ ആളാണ്. പക്ഷേ നാട്ടിൽ പ്രതികൂല രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കാലാവസ്ഥ കാരണം റാഡോ ടയേഴ്സ് നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. അതുപോലെ ചെറുപുഷ്പം കൊച്ചേട്ടൻ, മദ്രാസിൽ നിന്ന് മലയാള സിനിമയെ കേരളത്തിൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ്. പാലായിൽ കമ്പനി തുടങ്ങി, വാച്ച് കമ്പനി തുടങ്ങി, കുറേ പേർക്ക് ജോലി കൊടുത്തു. ബിസിനസ് വിപുലീകരിക്കാൻ കോടികൾ മുടക്കി മെഷീനറി ഇറക്കുമതി ചെയ്തു. അഴിമതി വീരന്മാരായ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വൻതുക ഫൈൻ ചുമത്തി. ദീർഘനാൾ കേസ് നടത്തേണ്ടി വന്ന് വിജയം നേടാൻ. അദ്ദേഹത്തെ കൂടെ നിന്നവർ ചതിച്ചു. അദ്ദേഹത്തിൻ്റെ എറണാകുളം മണ്ഡലത്തിൽ പണിത കേരള ട്രേഡിംഗ് സെൻറ്റർ എന്ന ബഹുനില കെട്ടിടം സ്വന്തമാക്കി കൂടെ നിന്നവർ ചതിച്ചിട്ടു. ദീർഘകാലം വേണ്ടി വന്നു കേസിൽ വിജയം നേടാൻ. സ്വപ്ന പദ്ധതി പൂർത്തിയാക്കാൻ പറ്റാതെ അദ്ദേഹം അടുത്ത കാലത്ത് അന്തരിച്ചു. അതുപോലെ നവോദയ അപ്പച്ചൻ എല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യം മലയാള സിനിമയുടെ ഇതും ഡാനിയലാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം കാണിച്ചു തന്ന TN ശേഷൻ, റെയിൽവേയിൽ വിപ്ലവം സൃഷ്ടിച്ച ശ്രീധരൻ സാർ, KG ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ജോൺ മത്തായി ആദ്യ റെയിൽവേ മന്ത്രി, പിന്നെ ധനമന്ത്രി, ആദ്യ SBI ചെയർമാൻ. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് വിശുദ്ധ ചാറോ കുര്യക്കോസ് ഏലിയാസ് അച്ഛനാണ്. അദ്ദേഹമാണ് പള്ളി പണിതാൽ പള്ളിക്കൂടം എന്ന ആശയം നടപ്പിലാക്കി എല്ലാ വിഭാഗം ജനങ്ങൾക്കും പഠിക്കാൻ സാഹചര്യമൊരുക്കിയത്. സ്കൂളിൽ ആദ്യം ഉച്ചഭക്ഷണം തുടങ്ങിയതും അദ്ദേഹമാണ്. സംസ്കൃതം പഠിക്കാനും അദ്ദേഹം സാഹചര്യം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ബാക്കി നവോത്ഥാന നായകമരം പ്രസ്ഥാനങ്ങൾ വരുന്നതും. ശ്രീനാഥ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, AK ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, EMS നമ്പൂതിരിപ്പാട്, VT ഭട്ടതിരിപ്പാട്, K കേളപ്പൻ, വക്കം മൗലവി, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, C കേശവൻ, ജോസഫ് വടക്കൻ, TV തോമസ്, AJ ജോൺ, PT ചാക്കോ, TM വർഗീസ്, CM സ്റ്റീഫൻ, വെല്ലിംഗ്ടൺ, KM ചാണ്ടി, ചെറിയാൻ ജേക്കപ്പൻ, DC കിഴക്കമുറി, DC ബുക്സിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. KC മാമൻ മപ്പിള, മനോരമയുടെ സ്ഥാപനത്തിൻ്റെ ഉടമയും കൂടിയാണ്. അവർക്ക് MRF ടയേഴ്സുമുണ്ട്. ആനിമ സ്ക്രീൻ, റോസമ്മ പുന്നൂസ്, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് കോൺഗ്രസ് ഡെലിഗേറ്റായി ബ്രിട്ടനിൽ പോയി. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെങ്കിൽ ഗാന്ധിജി പറഞ്ഞ് അതിൽ നിന്നും പിന്മാറി. T ടൈറ്റസ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയുടെ കൂടെ പങ്കെടുത്തയാളാണ്. അതുപോലെ മദ്രാസ് രാജഗോപാലാചാര്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പ്രൊഫസർ CJ വർക്കി. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരാണ് പ്രൊഫസർ MB പോൾ, ഡോക്ടർ MV പൈലി, ജോസഫ് മുണ്ടശ്ശേരി. ഇവരെല്ലാം വിദ്യാഭ്യാസ വിദഗ്ധരാണ്. തോമസ് കുര്യൻ റിച്ചസ്റ്റ് CEO ഓഫ് ഇന്ത്യൻ ഒറിജിനാണ്. ഗൂഗിൾ ക്ലൗഡിൻ്റെ CEO ആണ്. റൂബിൾ ചാണ്ടി, അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് ബെസ്റ്റ് സെല്ലർ 90 ഡേയ്സ് ടു ലൈഫ്. ധാരാളം ബിസിനസ് മോട്ടിവേഷണൽ വീഡിയോകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതുപോലെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മലയാളി സിനിമാ സംവിധായകൻ MC ധാനുവൽ, അദ്ദേഹപ്പച്ചനെ എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭാഷയിൽ ആദ്യം സഞ്ചാര പുസ്തകം എഴുതിയ ആൾ AD 1875 പാറമക്കൾ തോമക്കത്തനാർ. വർത്തമാന പുസ്തകം 1875 ലോകം മുഴുവൻ നമ്മുടെ കണ്ണൂരിൽ വെച്ച് സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്നും ഐഡിയ ഇട്ടുണ്ട്. പിന്നെ ധാരാളം പേർ ലോകം മുഴുവൻ ചുറ്റാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഐഡിയയാണ്. ആ ഐഡിയ ചേഞ്ച് യുവർ ലൈഫ്, അതാണ്. മഹാകവി കൈത്തൽ ചെറിയാൻ മാപ്പിളയുണ്ട്. അതുപോലെ വൃക്കദാനം ചെയ്തും ദാനം ചെയ്യാൻ ആൾക്കാരെ ധാരാളം കവികളും എല്ലാ മേഖലയിലും ധാരാളം ആൾക്കാരുണ്ട്. വൃക്കദാനം ചെയ്തും ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഡേവിസ് ചെർമേലച്ചനുണ്ട്. കലാഭവൻ ആബേലച്ചൻ കലാഭവൻ വഴി അനേകം സാധാരണക്കാർക്ക് സിനിമയിൽ അവസരമൊരുക്കിയ പുണ്യപുരുഷൻ. അതുപോലെ SIB സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഫൗണ്ടർ MC ജോണാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഫൗണ്ടർ KP ഹോർമിസാണ്. പാലായിൽ ധാരാളം പാവപ്പെട്ടവർക്ക് നല്ല മരണത്തിന് അവസരമൊരുക്കിയ വിശുദ്ധ പുരോഹിതനാണ് കൈപ്പമ്പ്ള കിളിച്ചൻ. മനോരോഗികൾക്കായി മരുന്ന് നടത്തുന്ന സന്തോഷമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അനേകർക്ക് നവജീവൻ വഴി ഭക്ഷണം കൊടുക്കുന്ന തോമസ് ചാട്ടുണ്ടോ. സാധാരണക്കാരെ വായനാലോകത്ത് കൊണ്ടുവന്ന മുട്ടത്ത് വർക്കിയുണ്ടോ. അതുപോലെ ബോബൻ ബോൾ വഴി സാധാരണക്കാരെ ചിരിപ്പിച്ച ടോംസ് ഉണ്ടോ. നെടുമ്പാശ്ശേരി വിജയകരമായി പൂർത്തിയാക്കിയ VJ കുര്യൻ സാറുണ്ടോ. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉണ്ടോ. വിജയ് കുര്യൻ സാറുണ്ടോ. കൊച്ചോസഫ് ചിറ്റപ്പള്ളി, കിറ്റക് സാബു സാർ, മുത്തൂറ്റ് ഫൈനാൻസ്, MRF
അതുപോലെ കാർഷിക വിപ്ലവം നടത്തി ജോസഫ് മുരിക്കനുണ്ട്. മണ്ണിനെ പിന്നാക്കുന്ന കർഷകർ ധാരാളമുണ്ട്. അതുപോലെ ISROയുടെ ചെയർമാൻ പദവി ധാരാളം പ്രാവശ്യം മലയാളികൾ വെച്ചിട്ടുണ്ട്. മലയാളികൾക്ക് സ്വന്തമായിട്ടുണ്ട്. മലയാളികൾ ആ വിഭാഗത്ത് വളരെയധികം വന്നിട്ടുണ്ട്. അതുപോലെ തിരുവിതാംകൂർ ബാലരാമവർമ്മ മന്ത്രിസഭയിൽ അംഗമായിരുന്ന തച്ചിൽ മധുതരകൻ ടിപ്പു പടയോട്ടം നടത്തിയപ്പോൾ രാജാവിനെ വരെ സാമ്പത്തികമായി സഹായിച്ച ആളാണ്. പക്ഷേ അധികാരത്തിൽ വന്ന വേലുത്തമ്പി ദളവ രാജ്യദ്രോഹം കുറ്റത്തി ചരകനെ ജയിലിലടച്ചു. സ്പോർട്സിലും ധാരാളം പേരുണ്ട്. ജിമ്മി ജോർജ് ഗ്രേറ്റ് വോളിബോൾ പ്ലെയറാണ്. അഞ്ജു ബോബി ജോർജ് ഉണ്ട്. പിന്നെയുണ്ട് ധാരാളം പേർ സ്പോർട്സ് രംഗത്തുണ്ട്. കേരളത്തിലെ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹം രാജ്യത്തിന് ഏറ്റവും വലിയ സംഭാവനയാണ് സ്വന്തം പള്ളിയും പരിസരങ്ങളും തുമ്പ സ്പേസ് സെൻ്ററിന് വിട്ടുകൊടുത്തതും. പാല സെൻട്രൽ ബാങ്ക് തകർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ പാല ഇന്ത്യയിലെ തന്നെ വൻ വ്യവസായ കേന്ദ്രമാകുമായിരുന്നു. അപ്പം പിന്നെ ആസ്ട്രേലിയൻ മന്ത്രിസഭയിൽ ജിൻസ് ചാൾസ് എന്ന ആളുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ മിസോറി സിറ്റി മേയർ AP എലക്കാട്ടുണ്ട്. മലയാളികൾ പരസ്പരം അംഗീകരിച്ച് ബഹുമാനിച്ച് സഹകരിച്ച് മറ്റുള്ളവർ വിജയത്തെ അംഗീകരിച്ച് അസൂയില്ലാതെ പോയാൽ, പരസ്പരം അംഗീകരിക്കാൻ പോയാൽ, കോർപ്പറേഷൻ പോയാൽ വളരെയധികം ഉയരങ്ങളിൽ എത്താൻ പറ്റും. താങ്ക് യു.